ഹായ് ഫ്രാൻസ്, വെൽക്കം ബാക്ക് ടു മൈ എവി ട്രേഡിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ബൈനറി ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് മുതൽ സ്റ്റാർട്ടിങ് മുതൽ ഓക്കെ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അല്ലെങ്കിൽ അത് തുടങ്ങുന്നത് മുതൽ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക, നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യമായിക്കോട്ടെ, ഏതൊരു പഠിക്കുന്ന കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ. ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ട് 10th സ്റ്റാൻഡേർഡിൽ പോയിട്ടല്ല ജോയിൻ ചെയ്യുന്നത് അല്ലേ. നമ്മൾ ആദ്യം പോയിട്ട് പ്രീ നഴ്സറി പോകും, അതിനുശേഷം UKG പോവും, LKG UKG അങ്ങനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങനെ പോയാണ് 10th സ്റ്റാൻഡേർഡ്, പിന്നെ 11th 12th, പിന്നെ അങ്ങനെ ഡിഗ്രി അങ്ങനെ പോകും. എന്തിനാണ് അങ്ങനെ പോകുന്നത്? ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ആ ഒരു നോളജിൻ്റെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫൗണ്ടേഷൻ മുതൽ അങ്ങ് തുടങ്ങി അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങി മേലോട്ട് പോകേണ്ടത്. ഓക്കെ, അങ്ങനെയാവുമ്പോഴാണ് ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ നമുക്ക് എന്ത് പറ്റുള്ളൂ, നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പിന്നെ നമ്മുടെ ഐഡിയകൾ ഉപയോഗിച്ച് പല കാര്യങ്ങൾ ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ബേസിക് മുതൽ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ എല്ലാം ബേസിക്കും അറിയുമെന്നല്ല ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ അറിയാവുന്ന ആ ഒരു എന്താ പറയുക കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ബൈനറി ട്രേഡിങ്ങിൻ്റെ ഫ്രീ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ ക്ലാസ് യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഫസ്റ്റത്തെ ക്ലാസ് യൂട്യൂബിൽ പബ്ലിക് ആയിരിക്കും. ഇനിയുള്ള ക്ലാസ്സുകൾ, വരാൻ പോകുന്ന ക്ലാസ്സുകളും സ്ട്രാറ്റജികളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ VIP മെമ്പേഴ്സിന് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെ ഇതാണ് ബൈനറി ട്രേഡിംഗ്. ഓക്കെ, അപ്പോൾ ബൈനറി ട്രേഡിംഗ് എന്താണ്? ബൈനറി ട്രേഡിംഗ് ഇപ്പം എല്ലാവരും പറയും ബൈനറി ട്രേഡിംഗ് എന്ന് പറഞ്ഞു, ബൈനറി ട്രേഡിംഗ്. അപ്പോൾ എന്താണ് ബൈനറി ട്രേഡിംഗ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബൈനറി ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ഈസ് എ ഫോറക്സ് ട്രേഡിംഗ്. ഓക്കെ, ഒരു സെയിം ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ഒരു പാർട്ടാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. പാർട്ട് ഓഫ് എന്താണ് ഫോറക്സ് ട്രേഡിംഗ്, നമുക്ക് അങ്ങനെ പറയാം അല്ലേ. ഒരു പാർട്ട് ഓഫ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് എന്ന് ബൈനറി ട്രേഡിങ്ങിനെ പറയുന്നത് അല്ലെങ്കിൽ അതിനൊരു കമ്പയർ ചെയ്യുന്നത്? പക്ഷേ അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് സ്റ്റൈലിലൊരു ബന്ധവുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ സ്ട്രാറ്റജിയിൽ സെയിം ആണ്. ഓക്കെ, അപ്പോൾ പാർട്ട് ഓഫ് ഫോറക്സ് ട്രേഡിംഗ്, ഒരു പാർട്ട് ഓഫ് ഫോറക്സ് ട്രേഡിംഗ് ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ നമുക്കത് 100% പറയാൻ പറ്റൂ? ഇല്ല. നെക്സ്റ്റ് ഇതൊരു ഫിക്സഡ് ടൈമാണ്. ഓക്കെ, ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ടൈമാണ്. ഒരു ടൈമിൽ ഫിക്സഡ് ടൈം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ സാധാരണ പല ട്രേഡിങ്ങുകളുണ്ടാവും അല്ലേ. പല ട്രേഡിംഗ് എന്ന് വെച്ചാൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മുടെ സ്റ്റോക്ക് ട്രേഡിംഗ് ഉണ്ടാവും, ബാങ്ക് നിഫ്റ്റി ട്രേഡിംഗ് ഉണ്ടാവും, ഗോൾഡ് ട്രേഡിംഗ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ട്രേഡിംഗ് ഉണ്ടാവും. അവിടെയൊക്കെ ഒരു ഫിക്സ്ഡ് ടൈം അല്ല അല്ലേ. നമ്മളിപ്പോൾ എൻട്രി കൊടുത്ത് ചിലപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞ് സ്റ്റോക്കിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ട്രേഡ് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും, അതിനുശേഷം നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ടൈമില്ല. ഓക്കെ, നമ്മുടെ ട്രേഡിങ്ങിന് ഒരു ഫിക്സ്ഡ് ടൈമില്ല. ഓക്കെ, ഒന്നുകിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കണം, അല്ലെങ്കിൽ എന്താവണം, ആ എക്സ്ചേഞ്ച് ആ ദിവസത്തെ ഇത് കഴിയണം. ആ ദിവസത്തെ ഇത് കഴിയുമ്പോൾ നമ്മൾ പ്രോഫിറ്റിലാണോ ലോസിലാണോ അത് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് വെക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് വെക്കും. ഓക്കെ, അങ്ങനെയുള്ള. പക്ഷേ ഈ ബൈനറി ട്രേഡിങ്ങിൽ ഒരു ഫിക്സഡ് ടൈമുണ്ട്. ഓക്കെ, ബൈനറി ട്രേഡിംഗ് എന്ന് പറയുന്നത് ഫിക്സഡ് ടൈമാണ്. ഓക്കെ, എന്തായിരിക്കും ഫിക്സഡ് ടൈം എന്ന് പറയുന്നത്? നമുക്ക് 1 മിനിറ്റ് ട്രേഡ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത് 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കറിയാൻ പറ്റും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത്. അത് 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ ട്രേഡ് നമ്മൾ തീർത്തിരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് മാക്സിമം എത്ര വരാം, ഒരു 4 hours ഒക്കെ നമുക്ക് ചെയ്യാം. 1 day ഉണ്ട്, പക്ഷേ 4 hours നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ 1 മിനിറ്റിന് ട്രേഡ് ചെയ്യാം. ഓക്കെ, 1 മിനിറ്റ്, 2 മിനിറ്റ്, 5 സെക്കൻഡ്, 10 സെക്കൻഡ്, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ ഞാനൊരു കോമൺ ആയിട്ട് പറയുമ്പോൾ 1 മിനിറ്റ് മുതൽ ഒരു 4 hours വരെ, 1 മിനിറ്റ് മുതൽ 4 hours വരെ അതിൻ്റെ ഇടയിലുള്ള ട്രേഡിങ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ബൈനറി ട്രേഡിങ്, ഇതിപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റത്തെ കാര്യമാണ് ബൈനറി ട്രേഡിങ് ലീഗലാണോ അല്ലെങ്കിൽ ഇല്ലീഗലാണോ എന്നുള്ളത്. ഓക്കെ, എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, ഇത് ലീഗലാണോ അതോ ഇല്ലീഗലാണോ. ഇത് ആസ് പെർ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക, ലോ വെച്ച് അല്ലെങ്കിൽ നിയമം വെച്ചിട്ട് ഇത് ബൈനറി ട്രേഡിംഗ് ലീഗലാണെന്നോ ഇല്ലീഗലാണെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഇല്ലീഗലാണെങ്കിൽ, ബൈനറി ട്രേഡിംഗ് ഇല്ലീഗലാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എപ്പോഴും ഇത് ബാൻ ചെയ്തു പോയേനെ. നമ്മുടെ ടിക്ടോക്ക് ബാൻ ചെയ്തു പോയി. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ടിക്ടോക്ക് ബാൻ ചെയ്തു. എന്തുകൊണ്ടാണ്? അത് ഇല്ലീഗലായതുകൊണ്ട്. അപ്പോൾ ഇല്ലീഗലായ കാര്യം ഇന്ത്യൻ ഗവൺമെൻറ് അവരൊരിക്കലും എന്ത് ചെയ്യില്ല. നമ്മൾ VPN ഉപയോഗിച്ചിട്ടല്ല കോട്ടക്സിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെയ്യുന്നത്, നമ്മൾ ബൈനറി ട്രേഡിംഗ് ചെയ്യുന്നത്. നമ്മൾ VPN ഒന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ക്രോമിൽ കയറിയിട്ട് നമ്മൾ ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ഇത് ലീഗലായതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. എന്നാൽ ലീഗലാണെന്നുള്ള എവിടെയും മെൻഷൻ ചെയ്തിട്ടുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്യുന്നത് വരെ നമുക്കിത് ലീഗൽ തന്നെയാണ്. നമ്മൾ അങ്ങനെ മനസ്സിലാക്കി നമ്മൾ ചെയ്യണം, അല്ലേ? നമുക്ക് ഡെപ്പോസിറ്റ് കറക്റ്റാണോ? ആണ്. വിഡ്രോവൽ കറക്റ്റാണോ? ആണ്. ഇത് രണ്ടും കറക്റ്റാണെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്, ട്രേഡിങ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് വർഷങ്ങളായിട്ട് ഞാനൊരു 10 വർഷം ആക്യു ഓപ്ഷനിൽ തുടങ്ങി അത് മുതൽ ഈ കോട്ടക്സ് വരെ 10 വർഷമായിട്ട് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഞാൻ ഈ പറയുന്നത് വരെ ഇത് എനിക്ക് ലീഗലാണിത്. ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, വിഡ്രോ ചെയ്യുന്നു, ക്യാഷ് ഉണ്ടാക്കുന്നു, ഒക്കെ ചെയ്യുന്നു, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഓക്കെ, ഇനി നിങ്ങൾ കാണാൻ പറ്റും RBIൻ്റെ കുറച്ച് നോട്ടീസുകൾ ഇങ്ങനെ വരാറുണ്ട്. ഇന്ന വെബ്സൈറ്റുകൾ നിങ്ങൾ എന്താണ് ഒരു പറഞ്ഞാൽ ബാൻഡ് എന്നല്ല, അല്ലെങ്കിൽ ഇന്ന വെബ്സൈറ്റുകൾ ഇല്ലീഗൽ എന്നല്ല അവർ പറയണത്. ഇന്ന വെബ്സൈറ്റുകൾ, ഇന്ന ബൈനറി പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ ഗവൺമെൻറ് അത് പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു ഉത്തരവാദിത്തമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം 100 പേരിൽ 99 പേരും വിത്തൗട്ട് നോളജ്, വിത്തൗട്ട് സ്റ്റഡിയാണ്. ഓക്കെ, വിത്തൗട്ട് സ്റ്റഡി അല്ലെങ്കിൽ പഠിക്കാതെ, ട്രേഡിംഗ് എന്താണെന്ന് അറിയാതെ, ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ ബൈനറി ട്രേഡിംഗ് അതുപോലുള്ള ബൈനറി ട്രേഡിംഗ് മാത്രമല്ല മിക്ക ട്രേഡിങ്ങുകളിലേക്കും ചാടി ഉള്ള പൈസ ഇടുന്നു. ചിലപ്പോൾ പൈസ ഫസ്റ്റ് ഡേ കിട്ടും, സെക്കൻഡ് ഡേ കിട്ടും, പിന്നെ ഒരൊറ്റ പോലായിരിക്കും. മനസ്സിലാവുന്നല്ലോ? അപ്പോൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാതെ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ, ഇതിനെക്കുറിച്ച് അറിയാതെ നമ്മൾ ഈ ഒരു ട്രേഡിങ്ങിനെ കുറിച്ച്, എന്ത് കാര്യമായിക്കോട്ടെ, ട്രേഡിംഗ് എന്ന് മാത്രമല്ല എന്ത് കാര്യമായാലും നമ്മൾ അറിയാതെ പഠിക്കാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താകും? നമ്മളതിൽ ഫെയിലാകും. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പൈസ പോയി പോകും. അങ്ങനെ ഒരുപാട് പേരുടെ പൈസ പോകുന്നത് കൊണ്ട് ഗവൺമെൻറ് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ തരുന്നതാണ് ഫ്രം ദ RBI. എന്താണ്? ഇന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇതുകൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പൈസ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. ഓക്കെ, എന്നാൽ പഠിച്ച ഒരു വ്യക്തിക്ക് അവർ പൈസ ഉണ്ടാക്കുന്നില്ലേ? അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ലേ? അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ ലാക്ക് ഓഫ് നോളജ് ആണ് പ്രശ്നം. അപ്പോൾ ആ ലാക്ക് ഓഫ് നോളജിനെ ഒഴിവാക്കി നമ്മൾ അതിനെ പഠിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? എന്താവണം? നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കാൽവെപ്പാണ് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി
നമ്മൾ ഒരുപാട് മറ്റേ എന്താ പറയുക പ്ലാറ്റ്ഫോമുകളുണ്ട്. നമ്മൾ ചെയ്യുന്നത് ബൈനറി ട്രേഡിംഗ് ആണ്. ഓക്കെ, ബൈനറി ട്രേഡിംഗ് ചെയ്യുന്നതിൽ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. കോട്ടക്സ് ഉണ്ട്, അതുപോലെ തന്നെ പോക്കറ്റ് ഓപ്ഷൻ, ബൈനോമോ, അതുപോലെ തന്നെ എക്സ്പെർട്ട് ഓപ്ഷൻ, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഓക്കെ, IQ ഓപ്ഷൻ, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ബൈനറി ട്രേഡിംഗ് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ ബാങ്ക് നിഫ്റ്റി ചെയ്യുന്നത്, നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നത് ബാങ്ക് നിഫ്റ്റി അതുപോലെ ട്രേഡിങ്ങുകളായിരിക്കും. ബാങ്ക് നിഫ്റ്റി ചെയ്യുമ്പോൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സിറോദ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? സിറോദ ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്സ്റ്റോക്ക് ഉപയോഗിക്കും, ഏഞ്ചൽ ഉപയോഗിക്കും, അതുപോലെ തന്നെ ഫയേഴ്സ് ഉപയോഗിക്കും. ഓക്കെ, അതേപോലെ കോട്ടക്ക് ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന ബാങ്ക് നിഫ്റ്റി അതുപോലെ ഇന്ത്യൻ മാർക്കറ്റുകൾ ഉപയോഗിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന പ്ലാറ്റ്ഫോമുകൾ അതാണെങ്കിൽ, ബൈനറി ട്രേഡിംഗ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഇതാണ്, കോട്ടക്സ് അതുപോലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് കോട്ടക്സിലാണ്, നമ്മൾ ട്രേഡ് ചെയ്യുന്നത് കോട്ടക്സിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കോട്ടക്സ് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ബൈനറി ട്രേഡിംഗ് ചെയ്യുന്നത്. ഓക്കെ, പലരും പല ഇതിൽ ചെയ്യും, നമ്മൾ ചെയ്യുന്നത് കോട്ടക്സിലാണ്. ഓക്കെ, നമുക്ക് ബിനോമിൻ്റെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ സെപ്പറേറ്റ് വേറെ വീഡിയോ നമ്മൾ ചെയ്യാം. ഓക്കെ, പക്ഷേ കോട്ടക്സിൻ്റെയാണ് ഈ ഒരു ക്ലാസ് ഫോർ കോട്ടക്സ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു? പാർട്ട് ഓഫ് ഇത് പറഞ്ഞു, ഫിക്സഡ് ടൈമിംഗ് പറഞ്ഞു, 1 മിനിറ്റ് പറഞ്ഞു, 4 hours പറഞ്ഞു, ലീഗൽ ഒക്കെ, വിത്തൗട്ട് സ്റ്റഡി ഒക്കെ എല്ലാം ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഈ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു ക്ലാസ് ഈ ഫസ്റ്റത്തെ ക്ലാസ് നമ്മൾ യൂട്യൂബിലായിരിക്കും. ഓക്കെ, യൂട്യൂബിലുണ്ടാവും. സെക്കൻഡ് ക്ലാസ് മുതൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ക്ലാസ് നമ്മുടെ VIP മെമ്പേഴ്സിന് വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ VIP മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് സൂം ക്ലാസ് ആയിട്ടായിരിക്കും, ഒന്നെങ്കിൽ സൂം ക്ലാസ് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് എന്നോട് ചോദിക്കാം, എൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഇനി എനിക്കെന്തെങ്കിലും ഡൗട്ട് നിങ്ങളോടുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്കഷൻ കാര്യങ്ങൾ, അല്ലാതെ ഒരു ടീച്ചറും ഒരു കുട്ടികളും മാത്രമല്ല, ഒരു ഡിസ്കഷൻ വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ സൂം ക്ലാസ് ഉണ്ട്, ഗൂഗിൾ മീറ്റ് ഉണ്ട്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഫോർ VIP മെമ്പേഴ്സ്. ഓക്കെ, അതിലേതെല്ലാം നോക്കിയിട്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഓക്കെ, അത് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ഡാറ്റയും കാര്യങ്ങളൊന്നും ലീക്കേജ് അങ്ങനെ ആകുന്നില്ല, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പോകില്ല. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ചെയ്യാമായിരുന്നു. പക്ഷേ ടെലിഗ്രാമിൽ എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ പ്രൈവസിയിൽ പ്രൈവസി പ്രോബ്ലം വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ടെലിഗ്രാം ലൈവ് ഞാൻ ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീ ക്ലാസ് ഫോർ VIP മെമ്പേഴ്സ് ഞാനിവിടെ പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് VIP മെമ്പർ ആവുന്നത്, എങ്ങനെയാണ് VIP മെമ്പർ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നിങ്ങൾക്ക് ബിക്കം എ VIP മെമ്പർ, ഹൗ ടു ബിക്കം എ VIP മെമ്പർ എന്ന് പറയുന്നില്ലേ, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു വെച്ചാൽ, നമ്മുടെ കോട്ടക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മൾ ട്രേഡ് ചെയ്യുന്ന കോട്ടക്സിലാണ്. ഓക്കെ, ആ കോട്ടക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്, അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പാണ്, അതിൻ്റെ VIP ഗ്രൂപ്പാണിത്. ഓക്കെ, ഇതാണ്, ഇതേപോലത്തെ ലിങ്ക് കിട്ടും. അത് മായാവി ട്രേഡിങ്ങിൻ്റെ മെയിൻ ഗ്രൂപ്പിലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ VIP ഗ്രൂപ്പ്. ഓക്കെ, ഇതാണ് VIP ഗ്രൂപ്പ്. നമ്മൾ ഡെയിലി ഇതേപോലെ 5-6 സെക്ഷൻസ് നമ്മൾ ട്രേഡിംഗ് എടുക്കുന്നുണ്ട്. ഓക്കെ, 5-6 സെക്ഷൻസ് നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി, ഈ ഗ്രൂപ്പിലാണ് നമ്മൾ സിഗ്നൽസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഫ്രീ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ മായാവി ട്രേഡിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിലും ഉണ്ട്, ഒരുപാട് സ്ട്രാറ്റജിയും കാര്യങ്ങളും ക്ലാസ്സുകളും ഉണ്ട്. ഓക്കെ, ഈ ക്ലാസ് അല്ലാതെ. അപ്പോൾ ആ പഠിക്കുന്നവർക്ക് ഒരു ഹെൽപ്പ്, അല്ലെങ്കിൽ ഇതൊരു ഒരു ഫ്രീ എഡ്യൂക്കേഷൻ പോലെ നമ്മൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, സിഗ്നൽസുകൾ അതിൻ്റെ ആക്യുറസികളും കാര്യങ്ങളും ഒക്കെ നോക്കി ചെയ്യുന്നുണ്ട്. ചിലവർ അതിന് ട്രേഡ് എടുക്കുന്നുണ്ട്, ചിലവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ചിലവർ അത് വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ VIP ഗ്രൂപ്പ്. അപ്പോൾ ഇതങ്ങോട്ട് പോട്ടെ. ഓക്കെ,
അപ്പോൾ VIP ഗ്രൂപ്പിൽ, അപ്പോൾ VIP മെമ്പേഴ്സിന് മാത്രമാണ് ഈ ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ VIP മെമ്പർ ആവാൻ വേണ്ടി നമ്മുടെ മായാവി ട്രേഡിങ്ങിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ, ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, പബ്ലിക് ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ലിങ്ക് കിട്ടും. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിൻഡോ ഓപ്പൺ ആവും. ആ വിൻഡോ ഉപയോഗിച്ചിട്ട് ആ വിൻഡോയിൽ നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്താ വെച്ചാൽ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തോ, നിങ്ങൾക്ക് വിൻഡോ ഓപ്പൺ ആവുന്നു. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പുതിയ ഒരു ജിമെയിൽ ഉപയോഗിച്ചിട്ട് വേണം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇമെയിൽ ചോദിക്കും. ഓക്കെ, ജിമെയിൽ ചോദിക്കും, ജിമെയിൽ ID. അപ്പോൾ അത് പുതിയതായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കോട്ടക്സിന് കൊടുക്കാത്ത ഒരു ജിമെയിൽ ID ആയിരിക്കണം. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കോട്ടക്സ് പുതിയ ആൾക്കാരാണെന്ന് പറയാം. ചിലർക്ക് പല ലിങ്ക് ഉപയോഗിച്ചിട്ട് പല ആൾക്കാർ അണ്ടറിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മുടെ VIP ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താവണം? ആ പഴയ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണം. നിങ്ങൾ പോയി ഡിലീറ്റ് ചെയ്ത് പ്രൊഫൈലിൽ പോയി അതിനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡീആക്ടിവേഷൻ ലിങ്ക് നിങ്ങളുടെ മെയിലിലേക്ക് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട്, കോട്ടക്സിൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ആയി. അതിനുശേഷം പുതിയൊരു ജിമെയിൽ ഉപയോഗിച്ച് പുതിയൊരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? ഈ നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒരു റഫായിട്ടൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ജസ്റ്റ് ഒരു ജിമെയിൽ ഉപയോഗിച്ചിട്ട് ജിമെയിൽ ID എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, ജിമെയിൽ അക്കൗണ്ട് എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കോട്ടക്സിൻ്റെ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കോട്ടക്സ്. അപ്പോൾ നമ്മൾ ബൈനറി ട്രേഡിംഗ് ചെയ്യുന്നത് ഇതിലാണ്, കോട്ടക്സിൽ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ലിങ്കിൽ, ഏത് ലിങ്ക്? ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലൊരു ഇൻ്റർഫേസ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലൊരു ഇൻ്റർഫേസ് കിട്ടും. ഇതിപ്പോൾ മൊബൈലിലായാലും ശരി, മറ്റേ ക്രോമിലായാലും ശരി, എല്ലാം നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇവിടെ ചോദിക്കുന്നത് കൺട്രി ചോദിക്കുന്നുണ്ട്, കറൻസി ചോദിക്കുന്നുണ്ട്, ഇമെയിൽ ചോദിക്കുന്നുണ്ട്, പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഈ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതുവരെ കോട്ടക്സിന് ഉപയോഗിക്കാത്ത ഒരു ഇമെയിൽ ആയിരിക്കും ഇവിടെ. ഓക്കെ, ഇനി വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാൾക്ക് ഒരു സമയം ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കോട്ടക്സിൽ. 2 അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താകും? അത് മാനിപ്പുലേഷൻ ആകും, നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പഴയ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ, എപ്പോഴും ശ്രദ്ധിക്കുക, ന്യൂ ജിമെയിൽ, നിങ്ങളുടെ മൊബൈൽ നമ്പർ പഴയതായിക്കോട്ടെ, ആധാർ നമ്പർ, അത് ഇത് എല്ലാം പഴയതായിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ ജിമെയിൽ പുതിയതായിരിക്കണം. ഓക്കെ, വെച്ച് ജിമെയിൽ, പിന്നെ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് കൊടുക്കുക, പിന്നെ ഇത് രണ്ടും ക്ലിക്ക് ചെയ്യുക, രജിസ്ട്രേഷൻ എന്ന് പറയാം. ഇതെന്താണ് ഇവിടെ? കൺട്രി എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? നിങ്ങൾ എവിടെയാണോ, ഏത് കൺട്രിയാണ് നിങ്ങൾ ഇന്ത്യക്കാരല്ലേ, നമ്മൾ ഇന്ത്യ കൊടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി കുറച്ച് പേര് അവരുടെ ആ മറ്റേ ഐഡികളും കാര്യം, ഇപ്പോൾ നിങ്ങൾ ദുബായിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്താണ്, നിങ്ങളുടെ ഐഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഇതിൽ വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പത്താക്കയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐഡിയോ എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം, അല്ലെങ്കിൽ അങ്ങനെയാണ് അവിടുത്തെ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൺട്രിയിലെ ഇവിടെ ഏത് രാജ്യത്താണ് നിങ്ങളുള്ളത് അവിടെ ആ രാജ്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ദുബായ് ആണെങ്കിൽ UAE എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഖത്തർ, അങ്ങനെ നിങ്ങൾ ഏത്, സൗദി അറേബ്യ ആണെങ്കിൽ സൗദി അറേബ്യ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ജർമ്മനി ആണെങ്കിൽ ജർമ്മനി, കാനഡ ആണെങ്കിൽ കാനഡ, അവിടെ നിന്നൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട്, നമ്മുടെ VIP മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ 2 ഇതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലൊരു സാധനം വരും. ഇതേപോലെ വരും. നിങ്ങൾ ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ID നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ID നമ്പർ നിങ്ങൾ എനിക്ക് അയച്ചു തരിക. ഓക്കെ, അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് ജിമെയിലാണ് കൊടുത്തത് ആ ജിമെയിലിലേക്ക് കോട്ടക്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വരും. ഇതാണ് കൺഫർമേഷൻ മെയിൽ. കണ്ടോ? ഈ ഒരു കൺഫർമേഷൻ മെയിൽ വരും. ഈ മെയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ഇതോടെ കൺഫേം ചെയ്യുക, മെയിൽ കൺഫേം ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ട് എന്തായി? ക്ലിയറായി. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഇതേപോലൊരു വിൻഡോ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലൊരു വിൻഡോ കാണാൻ പറ്റും. ഇവിടെ ഇതാണ് ID നമ്പർ. ഈ ID നമ്പറാണ് എനിക്ക് അയച്ചു തരുന്നത്. ഇവിടെ ഒരു ID നമ്പർ കാണും. ഈ ID നമ്പർ എനിക്ക് അയച്ചു തരാം. പിന്നെ ആധാറാണ് നിങ്ങൾ വെക്കുന്നത്. ആധാറിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേരുള്ളത്, ആധാറിലെ പേര്, ഇപ്പോൾ നിങ്ങളുടെ പേര് അഭിലാഷ്
KV എന്നാണെങ്കിൽ അഭിലാഷ് എന്ന് ഇവിടെ ആക്കുക, KV എന്ന് ഇവിടെ ആക്കുക. നിങ്ങളുടെ പേര് സത്യജിത്ത് നായർ എന്നാണെങ്കിൽ സത്യജിത്ത് നായർ എന്നുള്ള ലാസ്റ്റ് നെയിമിലാക്കുക. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡിലുള്ള പോലെ തന്നെ ആധാർ കാർഡ് നമ്പർ, ഇമെയിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യ, പിന്നെ അഡ്രസ്സ് നിങ്ങൾ ആധാർ കാർഡിലുള്ള പോലെ തന്നെ നിങ്ങൾ അഡ്രസ്സ് അടിക്കാം. ഇവിടെ വേരിഫൈഡ് എന്ന് കാണുന്നില്ലേ? ഈ വേരിഫൈഡ് എന്നുള്ളത് നിങ്ങൾ എവിടെയാണ്? ഇവിടെ കൺഫേം കൊടുത്തുകൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ എന്താവും? ഇവിടെ നോട്ട് വെരിഫൈഡ് എന്ന് കാണാം. അങ്ങനെ നോട്ട് വെരിഫൈഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ, അല്ലെങ്കിൽ അൺവെരിഫൈഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ പോയിട്ട് മെയിലിൽ പോയിട്ട് ആ കോട്ടക്സ് നിന്ന് ലിങ്ക് വന്നിട്ട് അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായി? ഇവിടെ അക്കൗണ്ട് നിങ്ങൾ ഇതെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, സേവ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആധാർ കാർഡ്, ഓക്കെ, അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന് പറയും. നിങ്ങൾ ഏത് ഡോക്യുമെൻ്റാണോ കൊടുക്കുന്നത്, ഓക്കെ, ആ ഡോക്യുമെൻറ്റിലെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ആ ഡോക്യുമെൻ്റ് ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആധാർ ആണെങ്കിൽ ഫ്രണ്ട് പേജ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക. ആധാർ നിങ്ങൾ നല്ലൊരു ആധാർ നിലത്ത് വെക്കുക, അല്ലെങ്കിൽ ടേബിളിൻ്റെ മേലെ വെക്കുക. അതിനുശേഷം മൊബൈൽ ഉപയോഗിച്ചൊരു ഫോട്ടോ എടുക്കുക നല്ല ക്ലാരിറ്റിയിൽ, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താവും? അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നോക്ക്, യുവർ ഡോക്യുമെൻറ്റ് ഹാസ് ബീൻ ചെക്ക്ഡ്, നൗ യുവർ ഐഡൻറ്റിറ്റി ഈസ് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വരും. അതോടുകൂടി നിങ്ങളുടെ ഈ അക്കൗണ്ട് തന്നെ ഇവിടെ കണ്ടോ, വെരിഫൈഡ്. മുമ്പ് എന്തായിരുന്നു? ഒന്നുമില്ലായിരുന്നു, അൺവെരിഫൈഡ് എന്നായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഇത് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് വന്നു, കണ്ടോ? അപ്പോൾ വെരിഫൈഡും ആയി. ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ? ഇനി നമുക്ക് ഡെപ്പോസിറ്റ്. അപ്പോൾ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് IMPS ഇന്ത്യൻ മണി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുക, ഡെപ്പോസിറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ UPI ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, ബൈനാൻസ് പേ ആയിട്ട് ഡെപ്പോസിറ്റ്, ഇതൊക്കെ ടെതർ, USDT, ട്രോൺ, TRX, ഓക്കെ, ഇതൊക്കെ നമുക്ക് ടെതറിൻ്റെ വാലറ്റ് ഉപയോഗിച്ചിട്ടോ ERC20 TRC20 ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബൈനാൻസ് പേ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡെപ്പോസിറ്റും വിഡ്രോവലും കറക്റ്റായിട്ട് നടക്കും. ഇതാവുമ്പോൾ UPI ആകുമ്പോൾ കുറച്ച് ഡിലേ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിയുന്നതും ബൈനാൻസ് പേ ഉപയോഗിക്കാൻ നിങ്ങൾ നോക്കുക. ഓക്കെ, ബൈനാൻസ് പേ ഉപയോഗിക്കുമ്പോൾ ബൈനാൻസിന് പാൻ കാർഡ് നിർബന്ധമാണത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ വാലറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റും വിഡ്രോയും ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ മണി ഇത് UPI എന്ന് പറയുന്നത് അല്ലെങ്കിൽ IMPS എന്ന് പറയുന്നത് മോശമാണ്, അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ച പൈസ പോകുമെന്നല്ല, ഡിലേ ആകും. അത് ടോക്കൺ സിസ്റ്റമായിട്ട് മാറും. ഇതിവിടെ ബൈനാൻസ് പേയിൽ ടോക്കൺ സിസ്റ്റം അല്ല, പക്ഷേ UPIയിൽ ടോക്കൺ സിസ്റ്റമാണ്. ഓക്കെ, ആര് ഫസ്റ്റ് പേ ചെയ്തോ അവർക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്തത്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് കാൻഡിൽ സ്റ്റിക്ക്. ഓക്കെ, വാട്ട് ഈസ് കാൻഡിൽ സ്റ്റിക്ക്. അപ്പോൾ കർട്ടിസ് കാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നെക്സ്റ്റാണ്. അത് VIP ഗ്രൂപ്പിലേ ഉണ്ടാവുള്ളൂ. ഒരു ക്യാൻഡിൽ എങ്ങനെ ഫോം ചെയ്യുന്നു, എന്താണ് ക്യാൻഡിലിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ. ഓക്കെ, ഒരു ക്യാൻഡിലിനെ കണ്ടു കഴിഞ്ഞാൽ ആ ക്യാൻഡിലിൻ്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവും, സ്വഭാവം മനസ്സിലാവും. അത് മുഴുവനും നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നോക്കുക, ഈ പറഞ്ഞതൊക്കെ നോക്കുക. അക്കൗണ്ട് വേഗം ക്രിയേറ്റ് ചെയ്യുക. മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കുക. അതിനുശേഷം എന്താ പറയുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറുക, ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ID എനിക്ക് അയച്ചു തരിക. ബാക്കിയുള്ള ക്ലാസ്സുകൾ മുഴുവനും VIP ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.